ഇസ്രായേലിന്റെ അഹങ്കാരമായിരുന്ന അയൺ ഡോമിനെ നിഷ്പ്രഭമാക്കി ഇറാന്റെ സിജിൽ മിസൈൽ തെൽ അവീവിൽ വിതച്ചത് കനത്ത നാശനഷ്ടമാണ്. ഇസ്രായേലിന് കനത്ത തിരിച്ചടി നൽകിയ ഫത്തഹ് 1 ഹൈപ്പർസോണിക് മിസൈലിന് പിന്നാലെയാണ് തെൽ അവീവ് ലക്ഷ്യമിട്ട് അത്യാധുനിക സിജിൽ ബാലിസ്റ്റിക് മിസൈൽ ഇറാൻ തൊടുത്തുവിട്ടത്. ശത്രുവിന്റെ നെഞ്ചകം പിളർക്കുന്നതിന്റെ ആമോദ തിമിർപ്പെന്നോണം ആകാശത്ത് നൃത്തം വെച്ചും വളഞ്ഞും പുളഞ്ഞും ലക്ഷ്യസ്ഥാനത്തേക്ക് അഗ്നി ചുഴറ്റിയായിരുന്നു സിജിലിന്റെ സഞ്ചാരം. എതിരാളികളുടെ കണ്ണുവെട്ടിച്ച് ആക്രമണം നടത്താനുള്ള സിജിലിന്റെ വർദ്ധിതമായ ശേഷിയാണ് മൊസാദിന്റെ ആസ്ഥാനം, ഇസ്രായേലിന്റെ വ്യോമതാവളങ്ങൾ, രഹസ്യാന്വേഷണ കേന്ദ്രങ്ങൾ എന്നിവ നാമാവശേഷമാക്കിയെന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. അയൺ ഡോമും ആരോ സംവിധാനവുമെല്ലാം സിജിലിന് മുന്നിൽ പരാജിതരായി കണ്ണടക്കുകയായിരുന്നു. മുഴുവൻ റഡാർ സംവിധാനങ്ങളെയും മറികടക്കാനുള്ള സാങ്കേതിക ഡിസൈൻ മികവാണ് സിജിലിനെ വ്യത്യസ്തമാക്കുന്നത്. ഖര ഇന്ധനം ഉപയോഗിക്കുന്നതിനാൽ ദ്രാവക ഇന്ധനം ഉപയോഗിക്കുന്ന മറ്റ് മിസൈലുകളേക്കാൾ വേഗത്തിൽ സിജിലിന് കുതിക്കാനാകും. അതുകൊണ്ട് തന്നെ ഇസ്രായേലിൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് മിസൈലിനെ തിരിച്ചറിയാനും പ്രതിരോധിക്കാനുമുള്ള സമയം കുറയും. എളുപ്പം കൈകാര്യം ചെയ്യാനാകുന്ന ഈ മിസൈൽ ശത്രുക്കളുടെ നിരീക്ഷണ കണ്ണിൽപ്പെടാതെ ലക്ഷ്യം ഭേദിക്കാൻ വേണ്ടി പ്രത്യേകം രൂപകൽപ്പന ചെയ്തവയാണ്. ഇതിൻ്റെ അതിവേഗം സഞ്ചരിക്കാനുള്ള കഴിവ് റഡാറുകൾക്ക് അവയെ തിരിച്ചറിയാനും തടുക്കാനും പ്രയാസമുണ്ടാക്കുന്നു. ഇറാൻ സ്വയം വികസിപ്പിച്ചെടുത്ത സിജിലിന് 2000 മുതൽ 4000 കിലോമീറ്റർ വരെ സഞ്ചരിച്ച് പ്രഹരമേൽപ്പിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഇസ്രായേലിൻ്റെ മുഴുവൻ പ്രദേശവും സിജിലിൻ്റെ പ്രഹരശേഷിക്കുള്ളിൽ വരും. സംഘർഷം രൂക്ഷമായ ശേഷം ഇതാദ്യമായാണ് ഇറാൻ റവല്യൂഷണറി ഗാർഡ് ഡാൻസിംഗ് മിസൈൽ എന്നും വിളിപ്പേരുള്ള ദീർഘദൂര മിസൈലായ സിജിൽ ഇസ്രായേലിനെതിരെ പ്രയോഗിക്കുന്നത്. ഇസ്രായേലിൻ്റെ ആക്രമണത്തിന് മറുപടിയായുള്ള ഇറാൻ്റെ ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 3യുടെ ഭാഗമായാണ് ഇറാൻ്റെ സൈനിക വിഭാഗം ഞങ്ങൾ സയനിസ്റ്റുകൾക്ക് നരകത്തിൻ്റെ കവാടങ്ങൾ തുറന്നിരിക്കുന്നുവെന്ന ആമുഖത്തോടെ സിജിൽ പ്രയോഗിച്ചത്. ഇസ്രായേലിനെതിരെ ഒന്നിലേറെ സിജിൽ മിസൈലുകൾ പ്രയോഗിച്ചതായി ഇറാൻ സ്ഥിരീകരിച്ചതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. മിസൈൽ ആക്രമണങ്ങൾ കേന്ദ്രീകൃതവും തുടർച്ചയായതുമായിരിക്കുമെന്ന് ഇറാൻ സൈനിക വിഭാഗമായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അറിയിച്ചിട്ടുണ്ട്. പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ സിജിലിനെ തടുക്കാൻ ഇസ്രായേൽ അമേരിക്കൻ സഹായത്തോടെ പുതിയ പ്രതിരോധ സംവിധാനങ്ങൾ വികസിപ്പിക്കേണ്ടി വരും. അല്ലെങ്കിൽ ഇസ്രായേലിനെ കാത്തിരിക്കുന്നത് ഉറക്കമില്ലാത്ത രാത്രികളായിരിക്കും. എന്താണ് സിജിൽ മിസൈൽ? എന്താണ് ഇതിൻ്റെ പ്രത്യേകത? കരയിൽ നിന്ന് കരയിലേക്ക് തൊടുക്കാവുന്ന തരത്തിൽ ഇറാൻ സ്വയം വികസിപ്പിച്ചെടുത്ത 2 ഘട്ടങ്ങളുള്ള ഖര ഇന്ധന സർഫേസ് ടു സർഫേസ് ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലാണിത്. സോളിഡ് പ്രൊപ്പല്ലന്റ് മീഡിയം റേഞ്ച് ബാലിസ്റ്റിക് മിസൈലായ സിജിൽ ഇറാൻ സ്വന്തമായി രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ചതാണെന്ന് US സെൻറ്റർ ഫോർ സ്ട്രാറ്റജിക് ആൻഡ് ഇൻ്റർനാഷണൽ സ്റ്റഡീസിലെ മിസൈൽ ഡിഫൻസ് പ്രോജക്റ്റ് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. 2000 കിലോമീറ്ററോളം സഞ്ചരിക്കുന്ന സിജിൽ 2008 നവംബർ 13 ഇറാൻ വിജയകരമായ പരീക്ഷണ വിക്ഷേപണം നടത്തുന്നത്. ഇതിൻ്റെ ഏറ്റവും പുതിയ പതിപ്പുകൾക്ക് 4000 കിലോമീറ്റർ അനായാസം താണ്ടാൻ കഴിയുമെന്ന രഹസ്യാന്വേഷണ ഏജൻസികളുടെ റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട്. സിറിയ, ഇറാഖ്, ലിബിയ തുടങ്ങിയ അയൽ രാജ്യങ്ങളുടെയോ ഹിസ്ബുള്ളയുടെയോ ഉൾപ്പെടെയുള്ള സംഘങ്ങളുടെയോ ആശ്രയമില്ലാതെ സ്വന്തം മണ്ണിൽ നിന്ന് ഇസ്രായേലിലേക്ക് നേരിട്ട് ആക്രമണം നടത്താൻ ഇറാന് കഴിയുമെന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. വളരെ ചുരുങ്ങിയ സമയം മാത്രം മതി വിക്ഷേപണത്തിനെന്നതും സിജിലിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്. 59 അടി നീളവും 700 കിലോ പോർമുന വഹിക്കാനുള്ള ശേഷിയുമുണ്ട് ഇതിന്. വിക്ഷേപണ ശേഷം വായുവിൽ വളഞ്ഞു പുളഞ്ഞും രേഖ ദൃശ്യമാക്കി കടന്നു പോകുന്ന ഈ മിസൈലിൻ്റെ വീഡിയോ എക്സ് അടക്കമുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ കഴിഞ്ഞ ദിവസം ഏറെ വൈറലായിരുന്നു. Waytonikah.com, the exclusive Muslim matrimonial site.